ബൈജു കൊട്ടരക്കര ഇവിടെ അതൊക്കെ മേടിച്ചിട്ടുണ്ടാവും. ശരി, ശ്രീ ബൈജു കൊട്ടരക്കര ഇവിടെ 57 ഹർജികൾ മൊത്തം 8ാം പ്രതി കോടതിയിലേക്ക് മൊത്തം 65, അതിൽ 57 പ്രധാനപ്പെട്ട കോടതികളുടെ താഴെ മുതൽ കോടതികളിലേക്ക് പോയി. അത് വല്ലാതെ നീണ്ടുപോയി. ബൈജു കൊട്ടരക്കര ഒരു ഘട്ടത്തിൽ ഈ കേസിന്റെ കണ്ണുപൊട്ടി ഈ കേസ് ചത്തുപോയതാണ്. അതിനുശേഷം ആ സമയത്ത് ഈ കേസ് ഏതാണ്ട് ഡെഡാകാൻ പോകുന്നു എന്ന് പറയുന്ന സമയത്ത് സിനിമാ മേഖലയിൽ ആരെയും കണ്ടില്ല. ആ സമയത്ത് കണ്ടത് ബൈജു കൊട്ടാരക്കരയെയും ശ്രീ CR നീലകണ്ഠനെയും കെ അജിത ടീച്ചറെയും അഡ്വക്കേറ്റ് TB മിനിയും ഒക്കെ വാഞ്ചി സ്ക്വയറിലും അവിടെ പ്രതിഷേധ സമരമായി പുറത്തിറങ്ങുന്നത് കണ്ടില്ലേ? അതിനുശേഷം കേസ് ഉയർക്കുന്നത് പിന്നെയും കണ്ടില്ലേ? പിന്നെയും ഇതിങ്ങനെ നീണ്ടുപോയി. ഇനിയിപ്പോൾ ഈ സുനി അവിടെ നിന്ന് ഇറങ്ങി പണം വാങ്ങിച്ച് കേസങ്ങ് അട്ടിമറിക്കാൻ നോക്കി എന്ന് വെക്കൂ. അങ്ങനെ ഇല്ലാതായി പോകുന്ന കേസല്ല ബൈജു കൊട്ടാരക്കര ഈ കേസ്. ഇതൊരു സത്യമുള്ള കേസാണ്. ഒരു പെണ്ണിന്റെ കണ്ണീരുള്ള കേസാണത്. സത്യമുള്ള കേസാവട്ടെ എന്ന് തന്നെയാണ് ഹാഷ്മി സത്യമുള്ള കേസാവട്ടെ എന്ന് തന്നെയാണ് നമ്മളുടെയൊക്കെ ഒരു വിശ്വാസവും നമ്മളുടെയൊക്കെ ഒരു ആഗ്രഹവും അത് തന്നെയാണ്. കാരണം ഇതിനകത്ത് ഈ നാട്ടിലെ കണ്ണീരും കയ്യുമായി ഇരിക്കുന്ന കുറേയധികം പെൺകുട്ടികൾ സിനിമയിൽ ഉൾപ്പെടെയുണ്ട്. അവർക്ക് ഒരാശ്വാസമാകേണ്ടുന്ന ഒരു വിധിയാണ് ശരിക്കും ഈ കേസിൽ വരേണ്ടത്. അത് ഏത് രീതിയിലാണെന്ന് നമുക്കറിയില്ല. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിരുന്നാലും ഞാൻ ഒരു പ്രാവശ്യം നേരത്തെ CR നീലകണ്ഠൻ പറഞ്ഞതുപോലെ ഞാൻ കോടതി ലക്ഷ്യത്തിന് ഒരു പ്രാവശ്യം കയറിയതാണ്. ഇനിയും കോടതി ലക്ഷ്യത്തിന് കയറാനൊന്നും എനിക്ക് താല്പര്യമില്ല, ഉള്ള കാര്യം പറയാമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുറന്നു പറയുന്നത്, ഈ കേസിനകത്ത് അതിജീവിത പോലും ഹൈക്കോടതിയിൽ ഈ ജഡ്ജിനെ വിശ്വാസമില്ല, എനിക്ക് ഈ ജഡ്ജിനെ ഒരു കാരണവശാലും വിശ്വാസമില്ല, മാറ്റണം എന്ന് പറഞ്ഞ് ഹർജി കൊടുത്തയാളാണ്. അങ്ങനെ ഹർജി കൊടുത്തിട്ടുണ്ട് അവിടെ. അതുപോലെ സുപ്രീം കോടതിയിൽ പോയി. ഈ 2 കോടതികളിൽ പോയിട്ട് പോലും വീണ്ടും അതേ സ്ഥാനത്ത് അദ്ദേഹം തന്നെയാണ് തുടരട്ടെ, നമുക്കൊന്നും അതിനൊന്നും ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. കോടതികളിൽ നിന്ന് 3 പ്രാവശ്യം മെമ്മറി കാർഡ് ആക്സസ് ചെയ്തു എന്ന് പറയുന്നു. അങ്കമാലി കോടതിയിൽ നിന്നും, അതേപോലെ വിചാരണ കോടതിയിൽ നിന്നും, പിന്നെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും, ഈ 3 കോടതിയിൽ നിന്നും ഈ മെമ്മറി കാർഡ് ആക്സസ് ചെയ്തിട്ട് അത് വളരെ വ്യക്തമായ തെളിവുകളോട് FSL റിപ്പോർട്ട് വന്നിട്ട് 2 വർഷത്തോളം അത് ഈ മജിസ്ട്രേറ്റ് അത് പുറത്തു പറയാതെ വെച്ചുകൊണ്ടിരുന്നു. അവസാനം പ്രോസിക്യൂഷൻ ചോദിച്ചപ്പോഴാണ് അത് നേരെ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്തത്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ ഈ മെമ്മറി കാർഡുകൾ, ഈ മെമ്മറി കാർഡിന്റെ കാര്യത്തിൽ ഹൈക്കോടതിയിലേക്ക് അതിജീവിത കേസിന് പോയപ്പോൾ ദിലീപ് എന്തിനാണ് അതിനകത്ത് പോയി കക്ഷി ചേർന്നത്? ദിലീപ് ആരാണ് ആ കേസിനകത്ത്? ദിലീപാണോ അത് അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞോ അവിടെ നിന്ന് ആരെങ്കിലും? ഈ 3 കോടതിയിൽ ഏതെങ്കിലും കോടതിയിൽ നിന്ന് ദിലീപാണോ ഇത് എടുത്തതെന്ന് പറഞ്ഞോ? ആരും പറഞ്ഞില്ലല്ലോ. ഈ പറയുന്ന ഒരു മനുഷ്യനും പറഞ്ഞില്ല, കോടതി പറഞ്ഞില്ല, വക്കീൽ പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ആ കേസിന്റെ കാതലാണ്, ആ കേസിന്റെ അടിസ്ഥാനമാണ്, ആ കേസിന്റെ കാമ്പായ തെളിവാണ്. ആ തെളിവ് എവിടുന്ന് ചോർന്നതാണ്? പൾസർ ചോർത്തിയെന്നല്ല, സാക്ഷാൽ കോടതി സമക്ഷം ചോർത്തിയെന്നാണ്. ഇത് ഫോറൻസിക് റിപ്പോർട്ട് ഉണ്ട്. ആ ഫോറൻസിക് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു, അല്ലെ, പുറത്തറിഞ്ഞില്ല. അതിനുശേഷം ഈ പറയുന്ന പെൺകുട്ടി, ഈ പറയുന്ന അതിജീവിത കോടതിയിലേക്ക് പോയി അന്വേഷിക്കാൻ വന്നു. അന്വേഷണം എവിടെ? എന്തായി? അത് ഒരു ചുക്കും ഉണ്ടായിട്ടില്ല ബൈജു കൊട്ടാരക്കര. അതെ, അതാണ് പറഞ്ഞത്. ഒന്നും ഉണ്ടായിട്ടില്ല കാശ്മീർ, 100% ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിന്റെ എല്ലാം പരിണിത ഫലം നേരത്തെ CR നീലകണ്ഠനൊക്കെ പറഞ്ഞതുപോലെ, ഈ പൾസർ സുനി ഇറങ്ങി കഴിഞ്ഞാൽ പൾസർ സുനി 2 കാര്യങ്ങൾ പറയും. അത് ഒന്ന്, ഇത് പോലീസ് ഫാബ്രിക്കേറ്റ് ചെയ്ത കേസാണ്, ആ പോലീസ് ഫാബ്രിക്കേറ്റ് ചെയ്ത കത്താണ്, അത് അങ്ങനെയാണ്, എന്നോട് പറയാൻ പറഞ്ഞു, ഞാനത് പറഞ്ഞു. 2, പ്രധാനപ്പെട്ട ഒരു കാര്യം അത് അയാൾ പറയാൻ പോണത്, ഈ പറയുന്ന പ്രധാന തെളിവായിട്ട് കോടതിയിലിരിക്കുന്ന ഈ മെമ്മറി കാർഡ് അത് അല്ല, അതിനകത്ത് ഫാബ്രിക്കേഷൻ നടന്നിട്ടുണ്ട്, ഇത് ഞാൻ കൊടുത്ത സാധനമല്ല, അല്ലെങ്കിൽ എൻ്റെ കൈവശം ഉണ്ടായിരുന്ന അല്ല എന്ന് പറഞ്ഞാൽ ഈ കേസിന്റെ പണി തീർന്നു. അത് പറയിക്കാൻ വേണ്ടി തന്നെയാണ് ഇയാൾ ഇത്രയും കോടി രൂപ കൊടുത്തുകൂടെ ഇറക്കിയിരിക്കുന്നത്, ഈ പൾസർ സുനിയെ. ഇത് കഴിയുമ്പോൾ പൾസർ സുനി ഒരു കോടീശ്വരനായിട്ട് ഈ നാട്ടിൽ ജീവിക്കും. ഇനി പൾസർ സുനി അത് പറഞ്ഞില്ല എന്ന് വെച്ചോളൂ. പൾസർ സുനിക്ക് ഉദ്ദേശിക്കുന്ന കാശ് കിട്ടിയില്ല, പൾസർ സുനി അത് പറഞ്ഞില്ല എന്ന് കൂട്ടിക്കോളൂ. പൾസർ സുനി അത് പറഞ്ഞില്ലെങ്കിൽ നാളെ പൾസർ സുനി ചിലപ്പോൾ കോടതി പോകാൻ പോലും ഉണ്ടാവില്ല. കാരണം അത്രയ്ക്കും പ്രബലരായ ആളുകളാണ് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഇതിനകത്ത് ഇവരെ പോലെയുള്ള അത്താഴപ്പട്ടിണിക്കാരനായ പൾസർ സുനി, വരുമാനമില്ലാത്ത പൾസർ സുനി കഥകളാ, നല്ല കഥകളാ. ഈ സീരിയല് കാണുന്നതിന് പകരം ഈ കഥ കേട്ടാ മതി. അല്ല, ഈ സീരിയല് കാണുന്നതിന് പകരം ഈ കഥ കേട്ടാ മതി. നമ്മുടെ ഈ ഒരു ഫ്രണ്ട്സ് റോമൻസ് ദ കൺട്രിമേൻ ഐ ആം ഹിയർ ടു ബെറി ദ സീസർ നോട്ട് പ്രൈസ് ഹിം എന്ന് പറഞ്ഞ വലിയൊരു പ്രസംഗമുണ്ട് മാർക്ക് ആന്റണിയുടെ. മാസ് സൈക്കോളജി കൊണ്ട് കയ്യിലെടുക്കുക, വൈകാരികത പറഞ്ഞിട്ട്. ഇതിന് ഇവര് പറയാണ് FSL റിപ്പോർട്ട് വന്നു, ഇത് മെമ്മറി കാർഡ് ഇത് ആരുടെ കയ്യിലിരിക്കുന്നത്? കോടതിയുടെ കയ്യിലാണ് നിയമപരമായി. പക്ഷെ ഇത് സൂക്ഷിച്ചത് ആരാ? വന്നില്ലേ ട്രഷറി. നിങ്ങൾ ആ വന്നില്ലേ? സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ സംസാരിക്കാൻ റിപ്പോർട്ട് വന്നില്ലേ? നിങ്ങൾ ഇടപെടരുത്.
FSL റിപ്പോർട്ട് വന്നില്ലെന്നാണോ പറയുന്നത്? നിങ്ങൾ കണ്ടില്ലേ ആ റിപ്പോർട്ട് അവിടുത്തെ ചോർന്നു എന്നുള്ളത്? അല്ല സജി പറയട്ടെ, അല്ല അല്ല സജി പറയട്ടെ, അല്ല ബൈജു പ്ലീസ്, അല്ല ബൈജു പ്ലീസ്, ഇല്ല ബൈജു പ്ലീസ് അല്ല 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 സജി പറയട്ടെ, അല്ല അല്ല സജി പറയട്ടെ, ഇല്ല ബൈജു അല്ല സജി പറഞ്ഞോട്ടെ, അല്ല അല്ല സജി പറയട്ടെ, അല്ല സജി പറഞ്ഞു പൂർത്തിയാക്കട്ടെ, അല്ല സജി പറഞ്ഞു അല്ല സജി പറഞ്ഞു പൂർത്തിയാക്കട്ടെ, ആ സജി പറയൂ. എത്രയോ നാളുകൾ ചർച്ച ചെയ്ത ആ. ഈ പറയുന്ന മെമ്മറി കാർഡിന്റെ ഒരു പരിധിയില്ലേ? നിയമപരമായി ജഡ്ജാണ്. പക്ഷെ ഇരിക്കുന്നത് എവിടെയാണ് ഇരിക്കുന്നത്? ഞാൻ പറയട്ടെ സാർ, ഇത് ഇരിക്കുന്നത് എവിടെയാ? എവിടെയാണെങ്കിലും ചോർന്നോ? എവിടെയാണെങ്കിലും അതിന്റെ ആവശ്യം മാറിയോ? ഇതിന്റെ കസ്റ്റോഡിയൻ ആരാണ്? ഇത് വേറെ വല്ല പരിപാടി പറ. പിന്നെ ഒരു വർഷക്കാലം ഒരു മത്സരത്തിൽ അല്ല 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 ബൈജു കൂട്ടെ സജി പറഞ്ഞു പൂർത്തിയാക്കട്ടെ, അല്ല സജി പറഞ്ഞു പൂർത്തിയാക്കട്ടെ, അപ്പൊ സജി പറഞ്ഞു പൂർത്തിയാക്കും. ആ അത് എന്നാ പരിപാടിയത്? ആടിനെ പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊടുത്ത കഥകളാണ്. ഇതൊന്നുമല്ല സംഭവം. ഇവിടെ നിയമപരമായി ഈ മെമ്മറി കാർഡിന്റെ കസ്റ്റോഡിയൻ ആരാണ്? ജഡ്ജാ. അത് സമ്മതിച്ചു. ഈ കേരള സംസ്ഥാനത്തിന്റെ ഹെഡ് ആരാ? ഗവർണറാ. പക്ഷെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയല്ലേ. ഇവിടെ ട്രഷറിയിലിരുന്ന് ചെസ്റ്റിലിരുന്ന സാധനത്തിന്റെ കസ്റ്റോഡിയൻ പബ്ലിക് പ്രോസിക്യൂട്ടറും അന്വേഷണ ഉദ്യോഗസ്ഥരുമാണ് ആണല്ലോ. ഇത് ഈ ജഡ്ജ് അല്ലെങ്കിൽ ജഡ്ജ് അറിയാതെ വേണമെങ്കിൽ അവിടെ ആക്സസ് ചെയ്യാം. അവിടെ മറ്റ് കേസിന്റെ ഫയലുകൾ അത് ജഡ്ജിന്റെ കുറ്റമാണ് സാറേ. ഇതുവരെ കസ്റ്റോഡിയൻ ആരാ? ഒരു റിപ്പോർട്ട് വന്നിട്ടില്ല. അതിന്റെ കസ്റ്റോഡിയൻ ആരാ? അത് എവിടെ ഇരിക്കുന്നതാണ്? ആയിരിക്കാവുന്നതാണ്. അതിന്റെ കസ്റ്റോഡിയൻ ആരാണ്? ആരെയാണ് ഈ സാധനം ഏൽപ്പിച്ചിരിക്കുന്നത്? സജി നന്ദ്യാട്ടെ രാജ്യം ഇതുവരെ, ഞാൻ ആദ്യം പറഞ്ഞ ലോകത്ത് എവിടെ ഉണ്ടായിട്ടൊന്നും അറിയില്ല, രാജ്യം ഇതുവരെ കണ്ട മനസാക്ഷിയുള്ള മനുഷ്യൻ ഒന്നാകെ ഞെട്ടിച്ച റേപ്പ് കൊട്ടേഷൻ കേസിന്റെ ആധാരമായ പ്രധാന തെളിവാണ്. അതെവിടാ വെക്കണ്ടേ? വിശ്വാസമുള്ള എവിടെ വെക്കണ്ടേ? കോടതി സമക്ഷം ഇരിക്കുകയാണ്. അവിടുന്ന് ചോർന്നു എന്നാ പറയുന്നേ. സജി ന്യായീകരിക്കല്ലേ? കോടതി സമക്ഷമാണെങ്കിലും അത് ഇരിക്കുന്നത് ട്രഷറിയുടെ ചെസ്റ്റിലാണ് ആഷ്മി. സാറേ കോടതി അത് ഇവിടെ ഇരുന്നാലും കോടതി സമക്ഷമാണോ? അത് ഇവിടെ ഇരുന്നാലും കോടതി സമക്ഷമാണോ സാർ? അത് തെറ്റ് ചെയ്താൽ അത് 24 ചാനലിന് MD ബാധിക്കും. സ്വാഭാവികല്ലേ? ബാധിക്കും. സാറേ ഇത് കോടതി സമക്ഷം ഇരിക്കുന്ന സാധനമാണോ? ഇത് കോടതി സമക്ഷം ഇരിക്കുന്ന ഒരു സാധനമാണോ? ഇത് വിശ്വാസപൂർവ്വം കോടതിയിലേക്ക് വെച്ചിരിക്കുന്നതാണോ? അവിടെ ഹഷ് വാല്യൂ മാറിയ ഉത്തരവാദി ആരാ? ആഷ്മി പറയട്ടെന്ന്. ആഷ്മി ഇത് ജഡ്ജാണ് അതിന് ഉത്തരവാദി ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഇത് ഇരിക്കുന്നത് ട്രഷറിയുടെ ചെസ്റ്റിലാണ് ആഷ്മി. ഇതിന്റെ കസ്റ്റോഡിയൻ ജഡ്ജ് ആണെങ്കിലും കൈകാര്യം ചെയ്യുന്ന ആരാണ്? പബ്ലിക് പ്രോസിക്യൂട്ടർ അന്വേഷണ ഉദ്യോഗസ്ഥരുവാ. കസ്റ്റോഡിയൻ ഓഫ് ദി എവിഡൻസ് ഈസ് ദി ജഡ്ജ്. എടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. കസ്റ്റോഡിയൻ ഓഫ് ദി എവിഡൻസ് ഈസ് ദി ജഡ്ജ്. സംശയമുണ്ടോ? ദുരൂഹതയുണ്ട്. അല്ല കസ്റ്റോഡിയൻ ഓഫ് ദി എവിഡൻസ് ഈസ് ദി ജഡ്ജ്. അതിനപ്പുറം ഇല്ല ഇപ്പുറം ഇല്ല. ഒരു കാര്യം ചെയ്യ്. ആഷ്മി, ബൈജു കൊട്ടാരക്കരയും CR നീലകണ്ഠനെ ഒറ്റ പേരും കൊടുത്താൽ പോരെ? നിങ്ങൾ 3 പേര് ഒറ്റ ചങ്ങാതിമാരിരിക്കുകയാണ്. സാറേ വിവോ ഫോളോട്ട് എങ്ങനെയാ സാറേ മെമ്മറി കാർഡ് ഇട്ടേ? ഞാനൊന്ന് പറയാം. നിങ്ങൾ ഒരു വിവോ ഫോളോട്ട് എങ്ങനെയാ സാറേ മെമ്മറി കാർഡ് ഇട്ടേ? അത് അവരോട് ചോദിക്കുന്നേ. ആരോട്? ഞാൻ ചോദിക്കട്ടെ, ജഡ്ജിന് മുമ്പിൽ വെച്ചാണോ? അല്ലല്ലോ. അല്ല ആരോടാ ചോദിക്കണ്ടേ? ഇവിടെ ഈ കേസ് അട്ടിമറിക്കാൻ പല ദിലീപ് കക്ഷി ചേർന്നത്. ഞാൻ അത്യാവശ്യം ഇടപെടുന്നുണ്ട്. സജി പറഞ്ഞു കൊടുത്തു. പക്ഷേ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഇത് വലിയ കഷ്ടമാണ്. കാരണം സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളോട് പറയുമ്പോൾ ജനങ്ങൾ ഇത് കേൾക്കരുത്. ജനത്തിന് ഇവര് വൈകാരികത പറഞ്ഞ് കയ്യിലങ്ങ് എടുക്കുക. ഇതിന് ചില റിയാലിറ്റീസ് ഇല്ലേ? ഇത് കേൾക്കുന്ന ബോധവും വിവരമുള്ള കുറെ ആൾക്കാരുണ്ടില്ലേ? സംശയിച്ചിരിക്കുന്നു. ഒരു ജഡ്ജിനും ദിലീപിനെ സ്വാഭാവികമായി രക്ഷിക്കാൻ പറ്റില്ല. ഒരു ജഡ്ജിനും തെളിവില്ലാതെ ദിലീപിനെ ശിക്ഷിക്കാനും പറ്റില്ല. ചാനലിൽ ചർച്ച ചെയ്തു, 24 ചർച്ച ചെയ്തു എല്ലാ ദിവസവും. അതുകൊണ്ട് ശിക്ഷിക്കാൻ പറ്റുമോ? പറ്റില്ല. തെളിവുണ്ടെങ്കിൽ ശിക്ഷിക്കും, ഇല്ലെങ്കിൽ ഉത്തരം പറയേണ്ടി വരും. ഇവര് വെറുതെ കുറെ ജഡ്ജിനെ ബ്ലെയിം ചെയ്യുന്നു. അത് വക്കീലമാർക്ക് അറിയാലോ, കോടതിയിലെ കാര്യങ്ങൾ അറിയത്തില്ലേ? ശരി എനിക്ക് ഇടപെടലേക്ക് പോകണം. എന്തായാലും നമ്മൾ ഈ കേസിൽ ഒരുപാട് ഇതുവരെ ഒരു കേസിലും കേൾക്കാത്ത വണ്ണമുള്ള അട്ടിമറി ആരോപണങ്ങൾ നമ്മൾ കേട്ടതാണ്. എന്തിനാണ് ഏറ്റവും ബേസിക്കലി ഈ കേസിലെ അതിജീവിത, ഈ കേസിൽ നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആ പെൺകുട്ടി എനിക്ക് ഈ ജഡ്ജിയിൽ വിശ്വാസമില്ല എന്ന് മേൽക്കോടതിയിലേക്ക് പോകുന്നതടക്കം നമ്മൾ കണ്ടതല്ലേ? അതിനപ്പുറം ഉണ്ടോ?